പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, പ്ലസ് ടുവിലെ രസതന്ത്ര പഠന ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യ ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റിൻ്റെ ഭൗതിക സ്വഭാവങ്ങളും അതിൻ്റെ വർഗീകരണത്തെയും കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഈ ചാനലിലെ താഴെ കാണിച്ച ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് ആ ക്ലാസ് ശ്രവിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോളിഡിൻ്റെ ആന്തരിക സ്വഭാവങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. സ്പേസ് ലാറ്റീസും യൂണിറ്റ് സെല്ലും വിശദമായ ആശയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു സോളിഡിനെ ഞാൻ പറയാം. ഗ്രാഫൈറ്റ്. എവിടെയാണ് ഗ്രാഫൈറ്റ് ഉള്ളത്? നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പെൻസിലിൻ്റെ അല്ലേ, ആ പെൻസിൽ എഴുതാൻ സഹായിക്കുന്ന അതിൻ്റെ അകത്ത് ലെഡ് എന്ന് പറയുന്ന സാധനമാണ് ഗ്രാഫൈറ്റ് ആണത്. ഗ്രാഫൈറ്റ് കാർബൺ ആണെന്ന് അറിയാലോ. ഈ കാർബൺ നമ്മൾ 12 ഗ്രാം എടുത്താൽ അതിൽ 6.022 × 10⁻23 എണ്ണം ഉണ്ടാവും. അതായത് ഒരു മോൾ എണ്ണം ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഒരു ചെറിയ കഷ്ണം സോളിഡിൻ്റെ ഒരു പീസിൽ കോടിക്കണക്കിന് ആറ്റങ്ങളുണ്ടാവും, കണികകളുണ്ടാവും. കണികകൾ എന്ന് പറയുമ്പോൾ ആറ്റമാകാം, തന്മാത്രകളാകാം, അയോണുകളാകാം, ഇതൊക്കെ നമുക്കറിയാം. ഈ ആറ്റങ്ങൾ എങ്ങനെയാണ് ഒരു സോളിഡിൽ ക്രമീകരിച്ചിരിക്കുന്നത്? ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതിങ്ങനെ കൂട്ടിയിട്ടൊക്കെ ആയിരിക്കും. നമ്മൾ റോഡ് സൈഡിലൂടെ ഒക്കെ പോകുമ്പോൾ ഹോളോ ബ്രിക്സ് അട്ടി വെച്ച് കാണുന്നുണ്ട് അല്ലേ, ചെങ്കൽ അട്ടി വെച്ച് നിൽക്കുന്നത് കാണാം. ഫ്രൂട്ട്സിൻ്റെ കടയിലൊക്കെ ചെന്നാൽ ഫ്രൂട്ട്സും അതുപോലെ മറ്റ് വസ്തുക്കളൊക്കെ ഇങ്ങനെ അട്ടിയായിട്ട് വെച്ചത് കാണാം. അതേപോലെ സോളിഡിൻ്റെ ഒരു ചെറിയ കഷ്ണത്തിൽ കോടിക്കണക്കിന് കണികകളിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ത്രിമാന തലത്തിൽ ആറ്റത്തെയോ തന്മാത്രയെയോ അയോണുകളെയോ, അതായത് കണികകളെ ക്രമീകരിച്ചിരിക്കുന്ന ആ സംവിധാനത്തെയാണ് സ്പേസ് ലാറ്റീസ് എന്ന് നമ്മൾ പറയുക. ആ ചിത്രത്തിലേക്ക് നോക്കൂ. ആ ചിത്രത്തിലെ ഏറ്റവും മുകളിലുള്ള ആ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, ഇസഡ് ഡയറക്ഷൻ, 3 ഡയറക്ഷനിലേക്കും കണികകൾ അങ്ങനെ വെച്ചിരിക്കുകയാണ്, അനന്തമായി വെച്ചിരിക്കുമ്പോൾ ആ അനന്തമായി വെച്ചിരിക്കുന്നതിൻ്റെ ഒരടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരു ബോക്സ് പോലെ ഇങ്ങനെ കാണാം. ആ ബോക്സിൻ്റെ റിപ്പീറ്റേഷനാണ്, തുടർച്ചയാണ് ബാക്കിയുള്ളതെല്ലാം. ഏതുപോലെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ കല്ലുകൾ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കുമ്പോൾ ആ ഒരു കല്ലിൻ്റെ റിപ്പീറ്റേഷനാണ് ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് പോലെ, ഫ്രൂട്ട്സിൻ്റെ കടയിൽ കയറിയിട്ട് നമ്മൾ ആപ്പിൾ ഇങ്ങനെ നിരത്തി വെച്ചതിൻ്റെ ഒരു അട്ടി ഇങ്ങനെ കാണുമ്പോൾ അതിൽ ഒരാപ്പിളിൻ്റെ റിപ്പീറ്റേഷനാണ് ബാക്കിയുള്ളതെല്ലാം എന്ന് പറയുന്നത് പോലെ, ഇപ്പോൾ നമ്മൾ ആ കാണുന്ന ചിത്രത്തിലെ ഒരു ഘടന നോക്കുക. ആ ഘടനയുടെ റിപ്പീറ്റേഷനാണ് ബാക്കിയുള്ളതെല്ലാം. അതുകൊണ്ട് ആ ചെറിയ ഘടനയെ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് യൂണിറ്റ് സെൽ. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ പറയാം, എന്താണ് സ്പേസ് ലാറ്റീസ്? കണികകളുടെ ത്രിമാന തലത്തിലുള്ള ക്രമീകരണത്തെയാണ് സ്പേസ് ലാറ്റീസ് എന്ന് പറയുക. യൂണിറ്റ് സെല്ലോ? യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലിലെ ഏറ്റവും ചെറിയ യൂണിറ്റിനെ നമ്മൾ പറയും യൂണിറ്റ് സെൽ. ഓക്കെ, മനസ്സിലായോ? എന്ന് പറഞ്ഞു നോക്കൂ. യൂണിറ്റ് സെല്ല് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. യൂണിറ്റ് സെല്ലിന് പലതരത്തിലുള്ള ആകൃതികളുണ്ടാവും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊക്കെ വീട്ടിൽ ഹോളോ ബ്രിക്സ് കൊണ്ടുവരാറുണ്ട് അല്ലേ?
ഹോളോ ബ്രിക്സിൻ്റെ ഷേപ്പാണോ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന ഇഷ്ടികക്ക്? ഇഷ്ടികയുടെ അതേ ഷേപ്പാണോ നമ്മൾ കുട്ടികളൊക്കെ കളിക്കുന്ന റൂബിക് ക്യൂബിക് എന്ന് പറയുന്ന ക്യൂബ് എന്ന് പറയുന്ന ആ കളിക്കണ കട്ടയുടെ ഷേപ്പ്? അല്ലല്ലോ. ചിലത് നീളവും വീതിയും ഉയരും ഒക്കെ ഒരുപോലെയുള്ളതുണ്ടാവും. ചിലത് നീളം വീതി ഒരുപോലെ ആയിരിക്കും, പക്ഷേ ഉയരം വ്യത്യാസം ഉണ്ടാവും. ചിലത് നീളവും വീതിയും ഉയരവും മൂന്നും വ്യത്യാസമുള്ളതുണ്ടാവും. ഇങ്ങനെ ആകുമ്പോൾ യൂണിറ്റ് സെല്ലിനെ നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ വെച്ചുകൊണ്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ് യൂണിറ്റ് സെല്ലിൻ്റെ ഡയമെൻഷൻ പറയുക? ഇതാണ് നമുക്ക് പറയാനുള്ളത്. 2 പ്രധാന കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് യൂണിറ്റ് സെല്ലിൻ്റെ ഡയമെൻഷൻ പറയാം. ഒന്ന് ലെങ്താണ്, മറ്റൊന്ന് ആംഗിൾസാണ്. ഒരു യൂണിറ്റ് സെല്ലിന് 3 തരം ലെങ്ത്തുകളാണ് ഉണ്ടാവുക. നീളം, വീതി, ഉയരം എന്ന് പറയുന്ന ABC എന്ന് നമുക്ക് കൊടുക്കാം. അതുപോലെ 3 ആംഗിളുകൾ ഉണ്ടാവും. ആ ചിത്രത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം. ആൽഫ, ബീറ്റ, ഗാമ. നോക്കൂ, ബിയുടെയും സിയുടെയും ഇടയ്ക്കുള്ളതിനെ ആൽഫ എന്ന് കൊടുത്തിട്ടുണ്ട്. എയുടെയും സിയുടെയും ഇടയ്ക്കുള്ള ആംഗിളിനെ ബീറ്റ എന്ന് കൊടുത്തിട്ടുണ്ട്. എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള ആംഗിളിനെ ഗാമ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഈ 3 ആംഗിളും ABC എന്ന് പറയുന്ന 3 ലെങ്ത്തുകളും ഉപയോഗിച്ചുകൊണ്ട് യൂണിറ്റ് സെല്ലിനെ നമുക്ക് വർഗീകരിക്കാം. അങ്ങനെ വർഗീകരിക്കുമ്പോൾ എത്ര തരം യൂണിറ്റ് സെൽ ഉണ്ടാകും എന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. അതായത് 7 തരം യൂണിറ്റ് സെല്ലുണ്ടാവും. നമുക്ക് ഏതൊക്കെയാണ് ആ 7 തരം യൂണിറ്റ് സെല്ല് എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. 3 കോളം ഉള്ള ഒരു ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിൽ 7 യൂണിറ്റ് സെല്ലിനെ കുറിച്ച് പറയുന്നു. ഞാൻ ജസ്റ്റ് അതിൻ്റെ പേരുകളൊന്ന് വായിക്കാം. ഒന്നാമത്തെ യൂണിറ്റ് സെല്ല് ക്യൂബിക്, രണ്ടാമത്തത് ടെട്രഗണൽ, മൂന്നാമത്തത് ഓർത്തോ റോംബിക്, നാലാമത്തത് മോണോക്ലിനിക്, അഞ്ചാമത്തത് ട്രൈക്ലിനിക്, ആറാമത്തത് ഹെക്സഗണൽ, ഏഴാമത്തത് റോംബോഹെഡ്രൽ. ഓർത്തു വെക്കാൻ പല കോഡുകളും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അവിടെ മുകളിൽ തന്നെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്, സി ടോം THR എന്നോർത്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാമത്തെ കോളം നോക്കൂ. നമ്മൾ യൂണിറ്റ് സെല്ലിൻ്റെ ഡയമെൻഷൻ പറയാൻ വേണ്ടി ഉപയോഗിച്ചത് ലെങ്ത്തുകളും ആംഗിളുകളുമാണല്ലോ. അപ്പോൾ രണ്ടാമത്തെ കോളത്തിൽ ആ 7 യൂണിറ്റ് സെല്ലുകളുടെയും ലെങ്ത്തുകളെ കുറിച്ച് പറയുന്നു. ഓർക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യത്തെ ക്യൂബിക്കിന് എയും ബിയും സിയും ഈക്വലാണ്. രണ്ടാമത്തതിൽ എയും ബിയും ഈക്വലാണ്, പക്ഷേ സി ഈക്വൽ അല്ല. മൂന്നാമത്തത് എയും ബിയും സിയും വ്യത്യാസമാണ്. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ഉണ്ടല്ലോ. പിന്നെ ഓർക്കാൻ എളുപ്പമാണ്. ബാക്കിയുള്ള രണ്ടും, അതായത് മോണോക്ലിനിക്കിനും ട്രൈക്ലിനിക്കിനും എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. റെഡി. ഹെക്സഗണലിന് എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. റോംബോഹെഡ്രലിന് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. ക്ലിയർ അല്ലേ? ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3 ഒരു ഓർഡർ ഉണ്ട് ലെങ്ത്തുകളിൽ. ആദ്യത്തത് എല്ലാം ഈക്വൽ, പിന്നെ 1 വ്യത്യാസം, മൂന്നാമത്തത് 3 വ്യത്യാസം. പിന്നെയുള്ളത് മോണോക്ലിനിക്കാണ്. മോണോക്ലിനിക്കിനും ട്രൈക്ലിനിക്കിനും ലെങ്ത്ത് ഒരുപോലെയാണ്. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി എന്ന് പറയുന്നത് തന്നെയാണ് ട്രൈക്ലിനിക്കിനും. ഓക്കെ, ലെങ്ത്തിൻ്റെ കാര്യത്തിൽ മോണോക്ലിനിക്കും ട്രൈക്ലിനിക്കും ഒരുപോലെയാണ്. ശരി. പിന്നെ ഹെക്സഗണലാണ്. നേരത്തേൻ്റെ ആദ്യത്തെ 3 നേരെ റിവേഴ്സാണ് അവസാനത്തെ 3 നോക്കാം. ലെങ്ത്ത് പഠിച്ചു വെക്കാൻ. ഇപ്പുറത്തെ ആംഗിൾസാണ് കൊടുത്തത്. ക്യൂബിക്കിനും ടെട്രഗണലിനും ഓർത്തോറോംബിക്കിനും ആംഗിൾസ് എല്ലാം 90 ആണ്. ആൽഫയും ബീറ്റയും ഗാമയും എല്ലാം 90 ആണ്. റെഡി. അടുത്ത മോണോക്ലിനിക്ക്
ശ്രദ്ധിച്ചാൽ അറിയാം, ഒരാംഗിളാണ് വ്യത്യാസമുള്ളത്. മോണോ എന്നങ്ങനെ ഓർത്തിരുന്നാൽ മതി. ട്രൈ ക്ലിനിക്കിൽ 3 ആംഗിളും വ്യത്യാസമായിരിക്കും. റെഡി? അടുത്തത് ഹെക്സഗണലാണ്. ഹെക്സഗണലിന് ആൽഫയും ബീറ്റയും 90 ആയിരിക്കും ആംഗിള്, പക്ഷേ ഗാമ 120 ആയിരിക്കും. നമുക്കതിൻ്റെ ചിത്രം തുറന്ന് കാണാം. റോംബോഹെഡ്രലിന് അതാ കൊടുത്തിട്ടുണ്ട്. ആൽഫയും ബീറ്റയും ഗാമയും ഈക്വലാണ്, പക്ഷേ ആ ആംഗിൾ 90 അല്ല. ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. സ്ക്രീനിൽ മറ്റൊരു ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളൊന്ന് ശ്രദ്ധിക്കാം. ആ ടേബിളിൽ ഞാൻ ഗ്രീൻ കളറിൽ കൊടുത്തത് ഓർത്തു വെക്കാൻ സൗകര്യത്തിന് എന്നുള്ള നിലക്ക് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. ക്യൂബിക്കിനും അതുപോലെ ടെട്രഗണലിനും. ഓക്കെ. പിന്നെ ഓർത്തോറോംബിക്കിൻ്റെ കാര്യമാണ്. ഓർത്തോറോംബിക്കിനും ആംഗിൾ ഈക്വലാണ്, എല്ലാം 90 ആണെന്ന് കാണിക്കാൻ വേണ്ടി ഗ്രീൻ കളർ കൊടുത്തതാണ്. ഒരു കോഡ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. കുട്ടി മദർ എന്ന് ഓർത്തിരുന്നാൽ മതി. അതിൽ കുട്ടി എന്നുള്ളതിന് CU ക്യൂബിക്കും, TE എന്ന് പറയുന്നത് ടെട്രഗണലും, M എന്ന് പറയുന്നത് മോണോക്ലിനിക് എന്നും, O എന്ന് പറഞ്ഞാൽ ഓർത്തോറോംബിക് എന്നും, T ട്രൈക്ലിനിക് എന്നും, പിന്നെ H ഹെക്സഗണൽ, R റോംബോഹെഡ്രൽ. ഇങ്ങനെ ഓർത്തിരിക്കാനും പറ്റും. ഒരു കോഡുണ്ട്. ഓക്കെ. ഈ ഒരു ടേബിളിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. 5 കോളം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 5ാമത്തെ കോളം ഓരോ യൂണിറ്റ് സെല്ലിൻ്റെയും എക്സാമ്പിളുകൾ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്നെങ്കിലും ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു പ്രത്യേകത ഈ ടേബിളിലുള്ളത്, ഒരു കോളം, അതായത് സെക്കൻഡ് കോളം പ്രത്യേകം ശ്രദ്ധിക്കുക, ലാറ്റീസുകളുടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ക്യൂബിക് സിസ്റ്റത്തിന് 3 ലാറ്റീസുകളുണ്ട്. അവിടെ ഇതിൻ്റെ പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ്. വ്യത്യസ്ത ഡയമെൻഷനുള്ള 7 യൂണിറ്റ് സെല്ലാണ് ഉള്ളത് എന്ന് നമ്മളിപ്പോൾ പഠിച്ചല്ലോ. അതിൻ്റെ ചിത്രം ഒന്ന് സ്ക്രീനിലേക്ക് നോക്കൂ. വ്യത്യസ്ത ഡയമെൻഷനോടുകൂടെ 7 തരത്തിലുള്ള യൂണിറ്റ് സെല്ലുകൾ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. ക്യൂബിക് സിസ്റ്റത്തിൽ 3 ലാറ്റീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ചെറിയൊരു സംശയം വരുന്നു. എന്താണ് ലാറ്റീസ്? യൂണിറ്റ് സെല്ലിൽ കണികകളെ ക്രമീകരിച്ചിരിക്കുന്ന രീതിക്കാണ് നമ്മൾ ലാറ്റീസ് എന്ന് പറയുക. ക്യൂബിക് എന്ന് പറയുന്ന യൂണിറ്റ് സെല്ലിൽ കണികകളെ 3 രൂപത്തിൽ നമുക്ക് ക്രമീകരിക്കാം. അതൊന്ന് പ്രിമിറ്റീവാണ്, 2 ബോഡി സെൻറ്റേർഡാണ്, 3 ഫേസ് സെൻറ്റേർഡാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ഓർത്തോറോംബിക് എന്ന് പറയുന്ന യൂണിറ്റ് സെല്ല് എടുക്കുകയാണെങ്കിൽ, ഓർത്തോറോംബിക് എന്ന് പറയുന്ന യൂണിറ്റ് സെല്ലിൽ 4 ലാറ്റീസുകളുണ്ട്. അതായത് ആ യൂണിറ്റ് സെല്ലിൽ 4 രൂപത്തിൽ കണികകളെ ക്രമീകരിച്ച് വെക്കാൻ പറ്റും. ഒന്ന് പ്രിമിറ്റീവ്, മറ്റൊന്ന് ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ്, 4ാമത്തത് എൻഡ് സെൻറ്റേർഡ്. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് ബ്രൈവേഴ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെ ഒന്ന് ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹമാണ് പ്രകൃതിയിലുള്ള ക്രിസ്റ്റലുകളിൽ ആകെ 14 ലാറ്റീസുകളാണ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ 14 ലാറ്റീസുകളെ അദ്ദേഹം ബ്രൈവേഴ്സ് ലാറ്റീസസ് എന്ന് പറഞ്ഞു. അതിൽ 14 3 ക്യൂബിക്കിൻ്റെ ലാറ്റീസാണ്, 2 ടെട്രഗണലിൻ്റെ ലാറ്റീസാണ്, 4 ഓർത്തോറോംബിക്കിൻ്റേതാണ്, 1 ഹെക്സഗണലിൻ്റേതാണ്, റോംബോഹെഡ്രലിനും 1 ലാറ്റീസാണുള്ളത്, മോണോക്ലിനിക്കിന് 2 ലാറ്റീസുകളുണ്ട്, 1 പ്രിമിറ്റീവും മറ്റൊന്ന് എൻഡ് സെൻറ്റേർഡും. അതുപോലെ ട്രൈക്ലിനിക്കിന് 1 പ്രിമിറ്റീവും. ടോട്ടൽ 14. അതുകൊണ്ട് ഈ 14 ലാറ്റീസുകളെ കുറിച്ച് പറഞ്ഞത് ബ്രൈവേഴ്സ് ആയതുകൊണ്ട് ഈ 14 ലാറ്റീസസിനെ നമുക്ക് ബ്രൈവേഴ്സ് ലാറ്റീസസ് എന്ന് പറയാം. 14 ലാറ്റീസുകളുടെയും ചിത്രം നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. 7 യൂണിറ്റ് സെല്ലുകളിൽ നിന്നുണ്ടായ
14 ലാറ്റീസുകൾ. ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു ക്രിസ്റ്റലിനകത്ത് കോടിക്കണക്കിന് കണികകളുണ്ട്. ഈ കണികകൾ ത്രിമാന തലത്തിൽ, അതായത് XYZ ഡയറക്ഷനിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഈ ക്രമീകരണത്തെ നമ്മൾ എന്ത് പറഞ്ഞു? സ്പേസ് ലാറ്റീസ് എന്ന് പറഞ്ഞു. ഈ സ്പേസ് ലാറ്റീസിൽ ഒരു ചെറിയ യൂണിറ്റ് ഉണ്ട്. എങ്ങനത്തെ യൂണിറ്റ്? ആ യൂണിറ്റ് ആയിരിക്കും ആ ക്രിസ്റ്റലിൻ്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ്. ആ യൂണിറ്റിനെ നമ്മൾ പറഞ്ഞു യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ ഇങ്ങോട്ട് എടുത്താൽ ആ യൂണിറ്റ് സെല്ലിൽ കണികകൾ നിൽക്കുന്ന ചില പോയിന്റുകളുണ്ട്. ആ ചിത്രത്തിലേക്ക് നോക്കൂ. യൂണിറ്റ് സെല്ലിൻ്റെ കോർണറിൽ കണ്ടോ കണികകൾ കറുത്ത കളറിൽ കൊടുത്ത് കണ്ടില്ലേ? പോയിന്റ് ഡോട്ടായിട്ട് കൊടുത്ത് കണ്ടില്ലേ? ആ കണികകൾ നിൽക്കുന്ന ആ പോയിന്റിനെ, ആ നിൽക്കുന്ന സ്ഥലത്തെ നമ്മൾ പറയും ലാറ്റീസ് പോയിന്റ്. അപ്പോൾ ലാറ്റീസ് പോയിന്റ് പഠിച്ചു, യൂണിറ്റ് സെൽ പഠിച്ചു, സ്പേസ് ലാറ്റീസ് പഠിച്ചു, ക്രിസ്റ്റലിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചു. ഓക്കെ. ഒരു യൂണിറ്റ് സെല്ലിലെ കണികകൾ നിൽക്കുന്ന സ്ഥലത്തിനാണല്ലോ നമ്മൾ ലാറ്റീസ് പോയിൻ്റ് എന്ന് പറഞ്ഞത്. ഈ ലാറ്റീസ് പോയിൻറ്റിൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി യൂണിറ്റ് സെല്ലിനെ നമുക്ക് മെയിനായിട്ട് രണ്ടാക്കി തിരിക്കാം. സ്ക്രീനിലേക്ക് നോക്കുക. ഒന്ന് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണ്, മറ്റൊന്ന് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലാണ്. സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിനെ നമുക്ക് മൂന്നാക്കി തിരിക്കാം. ഒന്ന് ബോഡി സെൻറ്റേർഡ്, പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ആ യൂണിറ്റ് സെല്ലിൻ്റെ നടുക്ക് വരിക. മറ്റൊന്ന് ഫേസ് സെൻറ്റേർഡ്, വേറൊന്ന് എൻഡ് സെൻറ്റേർഡ്. ഫേസ് സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സെല്ലിൻ്റെ ഫേസിൽ വരിക. ചിത്രം നമുക്കിപ്പോൾ തന്നെ കാണാം. എൻഡ് സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡിൽ വരിക. നോക്കാം, ചിത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നോക്കൂ, ഈ യൂണിറ്റ് സെല്ലിൽ ആദ്യം പ്രിമിറ്റീവ് എന്ന് പറഞ്ഞ് കണ്ടോ, യൂണിറ്റ് സെല്ലിൻ്റെ കോർണറിൽ മാത്രമാണ് കണിക ഉണ്ടാവുക. ഒരു യൂണിറ്റ് സെല്ലിന് 8 കോർണറാണുള്ളത്. ആ 8 കോർണറിലും കണിക വരിക. ഒന്നെണ്ണി നോക്കുക. 1 2 3 4 5 6 7 8 കണ്ടല്ലോ. പ്രിമിറ്റീവ് എന്ന് എഴുതി കൊടുത്ത് അവിടെ ക്ലിയർ ആവുന്നുണ്ടാവില്ല. പ്രിമിറ്റീവ് എന്നേ കാണുള്ളൂ. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, അത് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്നാണ്. അവിടെ മുറിഞ്ഞു പോയ വാക്ക്. അവിടെ യൂണിറ്റ് സെല്ലിൻ്റെ കോർണറിൽ മാത്രം, മൂലകളിൽ മാത്രമാണ് എന്തുള്ളത്? കണികയുള്ളത്. ഇപ്പുറത്തിതാ സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. സെൻറ്റേർഡ് യൂണിറ്റ് സെൽ ഇതാ മൂന്നാക്കി തിരിച്ചിരിക്കുന്നു. ഒന്ന് ബോഡി സെൻറ്റേർഡ്, കണ്ടോ? ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എടുക്കുന്നു. ആ യൂണിറ്റ് സെല്ലിൻ്റെ കോർണറിലെല്ലാം ഉണ്ട്, കണ്ടോ? 8 മൂലയിലുണ്ട്, അതിനോടൊപ്പം അതിന് നടുക്കുണ്ട്. മറ്റൊന്ന് ഫേസ് സെൻറ്റേർഡ്. ഫേസ് സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ നോക്കുക, ആ ചിത്രത്തിൽ കോർണറിലുണ്ട്, പിന്നെ ആ ഒരു ഫേസിൻ്റെ നടുക്ക് കണ്ടോ? ആ ചുവന്ന കളറുള്ള പാർട്ടിക്കിൾ കോർണറിലുണ്ട്. ആ 4 കൂടിയതിൻ്റെ നടുക്കത ഒരു റെഡ് കളറുള്ള വേറെ പാർട്ടിക്കിൾ ഫേസിൻ്റെ സെൻറ്ററിൽ. ഇപ്പുറത്തതാ എൻഡ് സെൻറ്റേർഡ്. എൻഡ് സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സെൽ എടുക്കുക, യൂണിറ്റ് സെല്ലിൻ്റെ മുകളിലും താഴെയും ഒന്ന് കണ്ടോ? 2 ഫേസിലാണ് എൻഡ് സെൻറ്റേർഡിൽ വരിക. ആ 2 ഫേസും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ആ 2 ഫേസും ഓപ്പോസിറ്റ് ആകണം എന്നുള്ളതാണ്. കണ്ടോ? 2 ഓപ്പോസിറ്റായിട്ട് വന്നത്. ഇനി അതിൻ്റെ വിശദമായ ഒരു ചിത്രം കൂടെ നമുക്ക് കാണാം. ഇനി നമുക്ക് ക്യൂബിക് സിസ്റ്റത്തിലെ 3 ലാറ്റീസിനെ കുറിച്ച് പഠിക്കാം. ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. ഈ 3 ലാറ്റീസിൻ്റെയും ചിത്രം വരച്ച് പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് അതിൻ്റെ ചിത്രം കാണാം. സ്ക്രീനിൽ ത്രിമാന രൂപത്തിലുള്ള ചിത്രവും കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ചിത്രത്തിൽ നിന്ന് വളരെ അധികം വ്യക്തത കാണുന്നുണ്ടാവും. സിമ്പിൾ ക്യൂബിൻ്റെ ചിത്രത്തിൽ കണ്ടോ? ആ 8 കോർണറിൽ മാത്രമേ പാർട്ടിക്കിളുള്ളൂ, അതിൻ്റെ അകത്തൊക്കെ കാലിയായിട്ട് കിടക്കുകയാണ്. പിന്നെ ഫേസ് സെൻറ്റേർഡ് ക്യൂബിൽ നോക്കിയാൽ കോർണറിലുണ്ട് പാർട്ടിക്കിൾ, അതോടൊപ്പം
ആ ഫേസിൻ്റെ സെൻറ്ററിൽ കണ്ടോ ഒരു ബോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പകുതി മാത്രം അവിടെ നിൽക്കുന്നത് കണ്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്തതാ മൂന്നാമത്തത് ബോഡി സെൻറ്റേർഡ് ക്യൂബ്. ആ ബോഡി സെൻറ്റേർഡ് ക്യൂബിൽ കോർണറിലൊക്കെ ഉണ്ട്, പിന്നെ സെൻറ്ററിൽ ഒരു ഫുൾ പാർട്ടിക്കിളുണ്ട്. കണ്ടില്ലേ? ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് യൂണിറ്റ് സെല്ലിൽ എത്ര കണികകളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം നമുക്ക് സിമ്പിൾ ക്യൂബിൻ്റെ ചിത്രത്തിലേക്ക് വരാം. സിമ്പിൾ ക്യൂബിൻ്റെ ചിത്രം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഒരു കോർണറിൽ ഒരു പാർട്ടിക്കിളിൻ്റെ 8/1 ഉള്ളത് അല്ലേ? 8/1. ഇപ്പോൾ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ചെന്നാൽ, റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്നാൽ ചെറുനാരങ്ങ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ 8 പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്ന രൂപം ഇങ്ങനെ നമ്മൾ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തു, പിന്നെ ക്രോസിൽ കട്ട് ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് 8 പീസായിട്ട് ഈക്വലായിട്ട് നമുക്കത് കട്ട് ചെയ്യുന്നത് പോലെ ഒരു പാർട്ടിക്കിളിനെ, ഗോളാകൃതിയിലുള്ള ഒരു പാർട്ടിക്കിളിനെ 8 പീസാക്കി മാറ്റുമ്പോൾ അതിൻ്റെ ഒരു പീസാണ് ഈ ക്യൂബിൻ്റെ കോർണറിൽ നിൽക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ 8 കോർണറാണ് ഒരു യൂണിറ്റ് സെല്ലിനുള്ളത്. ഒരു കോർണറിൽ ഒരു പാർട്ടിക്കിളിൻ്റെ 8/1. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ക്യൂബിൽ ആകെ എത്ര പാർട്ടിക്കിൾ ഉണ്ടാവും? ഒന്ന് നോക്കിയേ. 8 × 1/8 സമം 1. അപ്പോൾ സിമ്പിൾ ക്യൂബിൽ പാർട്ടിക്കിളിൻ്റെ എണ്ണം 1 ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചിത്രം വരച്ച് പഠിക്കണം. എന്നിട്ട് അതിലെ പാർട്ടിക്കിളിൻ്റെ എണ്ണം എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം. അത് കൃത്യമായി എഴുതി വെക്കണം. ഓക്കെ. ഇതേപോലെ ബോഡി സെൻറ്റേർഡ് ക്യൂബിലും ഫേസ് സെൻറ്റേർഡ് ക്യൂബിലും എത്ര പാർട്ടിക്കിളുണ്ട് എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ബോഡി സെൻറ്റേർഡ് ക്യൂബിലേക്ക് നോക്കൂ. അതിൻ്റെ കോർണറിൽ, എല്ലാ കോർണറിലും 8/1 ഉണ്ട്. അപ്പോൾ 1/8 × 8 ദാറ്റ് ഈസ് 1. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾ ഫുള്ളുണ്ട് ഇല്ലേ? അപ്പോൾ എത്രയായി മൊത്തം? 1 + 1 ടോട്ടൽ 2. അപ്പോൾ ബോഡി സെൻറ്റേർഡ് ക്യൂബിൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 2 ആയിരിക്കും. ഇനി ഫേസ് സെൻറ്റേർഡ് ക്യൂബിൽ നോക്കൂ. എല്ലാ കോർണറിലും ഉണ്ട് ചെറിയ പീസുകൾ, പാർട്ടിക്കിളിൻ്റെ ചെറിയ കഷ്ണങ്ങളുണ്ട്. ആ കഷ്ണത്തിൻ്റെ സൈസ് എത്രയാണത്? ഒരു പാർട്ടിക്കിളിൻ്റെ 8/1 ഉണ്ടാവും. അങ്ങനെ എത്ര പീസുണ്ട്? 8 പീസ്. അപ്പോൾ 8 × 1/8 ടോട്ടൽ 1. പിന്നെ ഓരോ ഫേസിലും ഒരു പാർട്ടിക്കിളിൻ്റെ പകുതി ഉണ്ട് അവിടെ. കണ്ടോ? ഒരു ബോൾ ഇങ്ങനെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചതുപോലെയുള്ള ഒരു പീസിനെ കാണാം. എത്ര ഫേസ് ഉണ്ട് ക്യൂബിന്? 6 ഫേസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഫേസിൽ എത്ര കോൺട്രിബ്യൂഷനാണ്? അര, ഹാഫ്. അപ്പോൾ 6 × ½ 3. അപ്പോൾ ഫേസിലെല്ലാം കൂടെയായി 3ഉം കോർണറിൽ എല്ലാം കൂടെയായി 1ഉം. അപ്പോൾ ടോട്ടൽ എത്ര? 1 + 3 4 ആയിരിക്കും. ഇതാണ് ഫേസ് സെൻറ്റേർഡ് ക്യൂബിലെ നമ്പർ ഓഫ് പാർട്ടിക്കിളിൻ്റെ എണ്ണം 4. അപ്പോൾ സിമ്പിൾ ക്യൂബിൽ ഒരു പാർട്ടിക്കിൾ, ബോഡി സെൻറ്റേർഡ് ക്യൂബിൽ 2 പാർട്ടിക്കിൾ, ഫേസ് സെൻറ്റേർഡ് ക്യൂബിൽ 4 പാർട്ടിക്കിൾ. ഈ ക്യൂബിക് സിസ്റ്റത്തിലെ 3 ലാറ്റീസിൻ്റെയും ചിത്രങ്ങൾ വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തി അതിലെ പാർട്ടിക്കിളിൻ്റെ എണ്ണം കാണാനുള്ള ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരുന്നതാണ്. അതുകൊണ്ട് അത് എഴുതി വരച്ച് പഠിക്കണമെന്ന് എല്ലാവരെയും വീണ്ടും വീണ്ടും ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ ക്യൂബിക് സിസ്റ്റത്തിലെ 3 യൂണിറ്റ് സെല്ല് നമ്മൾ പരിചയപ്പെട്ടു. പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേർഡ് ക്യൂബ്, ഫേസ് സെൻറ്റേർഡ് ക്യൂബ്. ഈ 3 യൂണിറ്റ് സെല്ലിൽ ഏറ്റവും കൂടുതൽ പാർട്ടിക്കിള് പാക്ക് ചെയ്ത് നിൽക്കുന്ന യൂണിറ്റ് സെല്ല് ഏതാണ്? പറയാൻ പറ്റുമോ? വളരെ കൃത്യമാണ്. ഫേസ് സെൻറ്റേർഡ് ക്യൂബാണ്. ഫേസ് സെൻറ്റേർഡ് ക്യൂബിൽ, ആ ക്യൂബിൽ 4 പാർട്ടിക്കിൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ വാക്കൻറ്റ് സ്പേസ് വളരെ കുറവാണ്. ഇങ്ങനെ പാർട്ടിക്കിളിൻ്റെ പാക്കിങ്ങിനെ കൃത്യമായി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടേമാണ്, ഒരു പദമാണ് പാക്കിംഗ് എഫിഷ്യൻസി.
പാക്കിംഗ് എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷനാണ് പാർട്ടിക്കിളിൻ്റെ വോള്യത്തെ യൂണിറ്റ് സെല്ലിൻ്റെ വോള്യം കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒന്നുകൂടെ പറയാം. പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽ ടു വോള്യം ഓഫ് പാർട്ടിക്കിൾ ഇൻ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോള്യം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു 100. ഓക്കെ, ഇത് വെച്ച് ചെയ്താൽ ഏറ്റവും കൂടുതൽ പാക്കിംഗ് എഫിഷ്യൻസി ഏതിനായിരിക്കും കിട്ടുക? ഫേസ് സെൻറ്റേർഡ് ക്യൂബിനായിരിക്കും. അതായത് 74% ഫേസ് സെൻറ്റേർഡ് ക്യൂബിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി. എന്നാൽ അത്ര ഉണ്ടാവില്ല ബോഡി സെൻറ്റേർഡിൽ. കാരണം ആ യൂണിറ്റ് സെല്ലിൽ 2 പാർട്ടിക്കിളല്ലേ ഉള്ളൂ, കുറേ സ്ഥലം വാക്കൻ്റാണ്. അതുകൊണ്ട് അതിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് 68%. 68% പഠിച്ചു നോക്കണം. ആ വാല്യൂ എങ്കിലും പഠിച്ചു നോക്കണം. അടുത്തത് സിമ്പിൾ ക്യൂബാണ്. സിമ്പിൾ ക്യൂബിൽ പാക്കിംഗ് എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. കാരണം കോർണറിൽ മാത്രമുള്ളൂ ഫേസിൻ്റെ ഭാഗം, യൂണിറ്റ് സെല്ലിൻ്റെ ഫേസിൻ്റെ ഭാഗം ഫ്രീ ആണ്. അതോടൊപ്പം അതിൻ്റെ സെൻറ്റർ പാർട്ടും ഫ്രീ ആണ്. അതുകൊണ്ട് അതിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് 52.4%. ഈ വാല്യൂ പഠിച്ചു വെക്കുക. അതോടൊപ്പം സിമ്പിൾ ക്യൂബിൻ്റെയും ബോഡി സെൻറ്റേർഡ് ക്യൂബിൻ്റെയും ഫേസ് സെൻറ്റേർഡ് ക്യൂബിലെയും പാർട്ടിക്കിളിൻ്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാനും ആ യൂണിറ്റ് സെല്ലിൻ്റെ ചിത്രം വരച്ച് പഠിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇത്രയും പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്കൊന്നും കൂടെ ഫസ്റ്റ് മുതൽ ഒന്ന് പറഞ്ഞു വരാം. നമ്മൾ ഇന്ന് തുടങ്ങിയത് യൂണിറ്റ് സെൽ എന്താന്ന് പറഞ്ഞു, സ്പേസ് ലാറ്റീസ് എന്താന്ന് പറഞ്ഞു, എത്ര ടൈപ്പ് യൂണിറ്റ് സെല്ലുണ്ടെന്ന് പറഞ്ഞു, ഡയമെൻഷനെ ബേസ് ചെയ്തുകൊണ്ട് 7 ടൈപ്പ് യൂണിറ്റ് സെല്ലുണ്ട്. അതുപോലെ ലാറ്റീസ് പോയിൻ്റ് എന്താന്ന് പറഞ്ഞു. യൂണിറ്റ് സെല്ലിലെ കണികകൾ നിൽക്കുന്ന സ്ഥലത്തിനാണ് ലാറ്റീസ് പോയിൻ്റ് എന്ന് പറയാം. ലാറ്റീസ് പോയിൻറ്റിനെ അടിസ്ഥാനമാക്കി നമുക്ക് യൂണിറ്റ് സെല്ലിനെ 2 തിരിക്കാം. ഒന്ന് പ്രിമിറ്റീവ്, മറ്റൊന്ന് സെൻറ്റേർഡ്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സെല്ലിൻ്റെ കോർണറിൽ മാത്രമാണ് കണികകൾ ഉണ്ടാവുക. സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ വരും. ആ സെൻറ്റർ എവിടെയാണ് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് വീണ്ടും 3 തിരിക്കാം. ഫേസിൻ്റെ സെൻറ്ററിലാണെങ്കിൽ ഫേസ് സെൻറ്റേർഡ്, ബോഡിയുടെ സെൻറ്ററിലാണെങ്കിൽ ബോഡി സെൻറ്റേർഡ്, എൻഡ് 2 ഫേസിൻ്റെ സെൻറ്ററിൽ മാത്രമാണ് വരുന്നതെങ്കിൽ, അതായത് ഓപ്പോസിറ്റായി നിൽക്കുന്ന 2 ഫേസിൻ്റെ സെൻറ്ററിലാണ് വരുന്നതെങ്കിൽ എൻഡ് സെൻറ്റേർഡ്. പ്രത്യേകം ശ്രദ്ധിക്കണം. സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിന് ആ യൂണിറ്റ് സെല്ലിൻ്റെ കോർണറിലെല്ലാം പാർട്ടിക്കിൾ ഉണ്ടാകും. അതോടൊപ്പം ഏത് സെൻറ്ററാണോ ആ സെൻറ്ററിലും പാർട്ടിക്കിൾ ഉണ്ടാകുമെന്ന് ഓർത്തിരിക്കുക. എന്നിട്ട് ക്യൂബിക് സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നു. ക്യൂബിക് സിസ്റ്റത്തിൽ 3 ടൈപ്പ് ലാറ്റീസ് ഉണ്ട്. ആ 3 ടൈപ്പ് ലാറ്റീസുകൾക്ക് പേര് പറഞ്ഞു. പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ്. അതിൽ ഓരോന്നിലുള്ള പാർട്ടിക്കിളിൻ്റെ എണ്ണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓരോന്നിൻ്റെയും പാക്കിംഗ് എഫിഷ്യൻസി പറഞ്ഞു. അതിൻ്റെ ചിത്രം വരയ്ക്കാൻ പഠിച്ചു. എല്ലാവരും കൃത്യമായി ഒന്നും കൂടെ ഇത് ആദ്യം മുതൽ കേട്ട് കൃത്യമായി നോട്ടുകൾ എഴുതിയെടുത്ത് പഠിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ഇത്രയും നേരം ക്ലാസ്സുകൾ കേട്ട് ഇരുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു.